ഹായ് മക്കളെ, ഞാൻ 2 കിടിലൻ ചോദ്യങ്ങൾ അങ്ങ് തരട്ടെ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. സോ ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കോൺകേവ് മിററിനും ഫോക്കസിനും ഇടയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജിൻ്റെ നേച്ചർ എന്തായിരിക്കും? ഏതു തരം ഇമേജാണ് അവിടെ ഉണ്ടാവുക? ഓപ്ഷൻസ് വായിച്ച് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നോക്കിക്കേടാ മക്കളെ. യെസ്, നിങ്ങൾ മനസ്സിലൊരു വിചാരിച്ചത് തന്നെയാണ് ശരിയായ ഉത്തരം. അവിടെ ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഉറപ്പായും ഒരു വെർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ആയ ഇമേജ് ആയിരിക്കും. ക്ലിയർ? സോ ഏതാണ് ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഓപ്ഷൻ 3 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഒപ്റ്റിക്സ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇവയെല്ലാം നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളാണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കടാ. അഥവാ ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് നമ്മൾ ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റ് വെക്കേണ്ടത്? സെയിം സൈസുള്ള റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കോൺകേവ് മിററിൻ്റെ മുന്നിൽ എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യേണ്ടത്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എവിടെയാണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് വെക്കേണ്ടത്. അഥവാ നമ്മുടെ മിററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2 ടൈംസ് ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന രീതിയിൽ ദൂരത്തിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടി ദൂരത്തിൽ വെച്ചാൽ മാത്രമേ അതേ വലുപ്പത്തിലുള്ള റിയലും ഇൻവേർട്ടഡുമായ ഇമേജ് ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ ഉണ്ടാവത്തുള്ളൂ. സോ ഏതാണ് ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ട്വൈസ് ദ ഫോക്കൽ ലെങ്ത്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ പലർക്കും ഇവിടെ കറക്റ്റായിട്ട് ഉത്തരം പറയാൻ സാധിക്കണമെന്നില്ല. കാരണം 8ാം ക്ലാസ്സിൽ തീർന്നതെല്ലാം അവിടെ തന്നെ അടച്ചു വെച്ചിട്ടായിരിക്കും പലരും 9ാം ക്ലാസ്സിലോട്ട് വന്നത്. പക്ഷേ ഈ പറയുന്ന ഓരോ ക്ലാസ്സിലും പഠിച്ച ബേസ് കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം യൂസ്ഫുൾ ആണ്. സോ ആ ഫണ്ടമെൻറ്റൽസ് എല്ലാം നമുക്ക് സ്ട്രോങ് ആക്കണം. സോ അതിന് വേണ്ടിയുള്ള ഏറ്റവും കിടിലൻ ബാച്ചാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. താഴെ നിങ്ങൾക്കൊരു നമ്പർ കാണാൻ സാധിക്കും. ആ നമ്പറിൽ കോൺടാക്ട് എത്രയും പെട്ടെന്ന് ഫാൽക്കൺ ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കുക. ഗംഭീരമായിട്ട് നമുക്ക് ഫിസിക്സും എല്ലാ സബ്ജക്റ്റുകളും അടിപൊളിയാക്കാം. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഫണ്ടമെൻറ്റൽസും നമുക്ക് സ്ട്രോങ് ആക്കാം. എല്ലാം നമുക്ക് നേടിയെടുക്കാം.